Hello everyone, welcome back to Lepus Diary. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പിസ്സേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. മൈദമാവ് ഒന്നും കുഴക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റി പിസ്സേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിസ്സേൻ്റെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാന് ചൂടായി വരുമ്പോൾ ഞാൻ അതിൽ ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബോൺലെസ് ചിക്കന് 150 ഗ്രാമിൻ്റെ അടുത്തോളമുള്ള ബോൺലെസ് ചിക്കന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ അല്ലെങ്കിൽ ലോയിൽ വെച്ചോളാം. ഇതൊന്ന് സോട്ടായി വരട്ടെ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഞാൻ ഹോം മെയ്ഡാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി മഞ്ഞൾ ചേർത്തുകൊണ്ട് ചിക്കൻ്റെ ഫ്രൈ ചെയ്യുമ്പോൾ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ സമയത്തൊക്കെ ഫ്ലെയിം മീഡിയം ലോയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി മിക്സ് ആയിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു 8 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ചിക്കൻ ഒന്ന് വേവുന്നത് വരെ ഒരു 8 മിനിറ്റ് എടുക്കും. ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. 8 മിനിറ്റിന് ശേഷം നമ്മളെ ചിക്കനൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചിക്കന് ഗ്യാസ് വന്ന് മാറ്റാം. ഇനി പിസ്സേൻ്റെ ബേസായ പാൻകേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സ്മോൾ എഗ്ഗാണ് ഉപയോഗിച്ചത്. ഇനി 1 കപ്പ് ഇളം ചൂടുള്ള പാൽ കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ ചെറിയ എഗ്ഗ് ആയതുകൊണ്ട് തന്നെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. സൈസ് വലുതാവുന്നതിനനുസരിച്ച് എഗ്ഗിൻ്റെ സൈസ് വലുതാവുന്നതിനനുസരിച്ച് പാൽ കുറച്ചെടുക്കുക. ഇനി ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് മൂന്നും നല്ലപോലെ സ്ട്രെയിൻ ചെയ്തിട്ട് വേണം എഗ്ഗിൻ്റെയും പാലിൻ്റെയും മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ. മൈദ അരിച്ചിട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മൈദൻ്റെ കട്ടകളായിട്ട് നമ്മളെ ബാറ്റർ നല്ല വൃത്തിക്ക് മിക്സായി വരില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും ലംസ് ഇല്ലാത്ത ബാറ്റർ വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മളെ ബാറ്റർ ഒട്ടും ലംസ് ഇല്ലാതെ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതാ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. പോറബിളും ആയിരിക്കണം, എന്നാൽ അധികം ലൂസും ആവരുത്. ഇനി നമുക്ക് പിസ്സേൻ്റെ ടോപ്പിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കന്, പിന്നെ തക്കാളി ഉണ്ട്, കുരു കളഞ്ഞെടുത്തതാണ് തക്കാളി, പിന്നെ ഒലീവ്സ്, ഗ്രീൻ ഒലീവ്സും ബ്ലാക്ക് ഒലീവ്സും, പിന്നെ ഉള്ളി, ക്യാപ്സിക്കം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൊസറല്ല ചീസും ചെഡാർ ചീസും. ചെഡാർ ചീസ് ഓപ്ഷണലാണ്. ഇനി പാൻകേക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാന് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലിടുക. എന്നിട്ട് പാൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി പാൻ്റെ മുകളിലേക്ക് 1/2 കപ്പോളം പാൻകേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. 1/2 കപ്പോളം ബാറ്റർ ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 5 പാൻകേക്കാണ് ചുട്ടെടുക്കാൻ പറ്റുക. അതുകൊണ്ട് 5 പിസ്സയാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക. ഇത് മൂടിയൊന്നും വെക്കണ്ട, ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം എന്നുള്ളത് ഓർമ്മ വേണം. ഇനി പാൻകേക്കിൻ്റെ മുകളിൽ ഹോൾസ് വരും, ബബിൾസ് ആയിട്ട് വരും. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇതാ പാൻകേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ടോപ്പിങ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ പിസ്സ സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ടുള്ള പിസ്സ സോസാണ്. നിങ്ങൾക്ക് പിസ്സ സോസ് മാർക്കറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ പിസ്സ സോസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഇൻഷാല്ല ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിസ്സ സോസ് നല്ലപോലെ പാൻകേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് അടുത്തതായിട്ട് ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ മഷ്റൂമോ പനീറോ അങ്ങനത്തെ ഒക്കെ വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഏത് ടോപ്പിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഓനിയൻ സ്ലൈസ് ചെയ്തതാണ്. ഓനിയൻ സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുക്കാം. ഓനിയന് പിzzക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അടുത്തതായിട്ട് ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കം നല്ല നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് കൂടെ വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് തക്കാളിയാണ്. തക്കാളി ചെറുതായിട്ട് കുരു അലിഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചെഡാർ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചെഡാർ ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചീസ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ ചീസ് ഇല്ലാത്തൊരു പിസ്സേൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സജഷൻസിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഒലീവ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രീൻ ഒലീവ്സും ബ്ലാക്ക് ഒലീവ്സും ആണ്. ടോപ്പിങ്സൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക. ടോപ്പിങ്സൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ചീസ് മെൽറ്റ് ആകുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണേൽ കുക്ക് ചെയ്യാൻ. അപ്പോൾ അതാ നമ്മളെ പിസ്സ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ചീസൊക്കെ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ പിസ്സ. പെട്ടെന്ന് പ്ലേറ്റ് കാലിയാവും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. പാൻകേക്കിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. അടിയിലൊക്കെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. അതേപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.